ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, അങ്ങനെ 10ാം ദിവസം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു താൽക്കാലിക ആശ്വാസത്തോടു കൂടി തന്നെ പുറത്തു വരാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി തന്നെയാണ്. ഇത്രയും നാളായിട്ടും 10 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താനായില്ല എന്ന് പറയുന്നത് ആ നടപടിക്രമങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. രാഹുൽ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം നമ്മളിപ്പോൾ താൽക്കാലികമെന്ന് പറയുമ്പോഴും അത് വളരെ വലുതായിരിക്കില്ലേ? പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരുമ്പോൾ പോലും അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരിക്കില്ലേ രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? പൂജ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നത് തന്നെയാണ് ഈ വിധി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ യുവതിയുടെ പരാതി വന്ന നിമിഷം തന്നെ ഒളിവിൽ പോയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ മുതൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ച് നടക്കുകയാണ്. കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജി ഫയൽ ചെയ്യാൻ, അതായത് മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ തന്നെ സമയമെടുത്തു. പക്ഷേ ആ സമയപരിധിക്കുള്ളിലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒളിയിടം കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പുതിയൊരു സംഘം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കർണാടകയിലേക്ക് പോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ 2-3 സംഘങ്ങൾ കർണാടക കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ അറസ്റ്റ് പാടില്ല എന്നുള്ള ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ധൈര്യമായി ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് ഒരു കേസ് കൂടി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് അത് അന്വേഷിക്കുന്നത്. പക്ഷേ ആ കേസിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ ഹർജി, ആ FIR-മായി ബന്ധപ്പെട്ട് ഇതുവരെ ആ അതിജീവിതയുടെ മൊഴി അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നൽകിയിട്ടുള്ള ഫോർവേഡ് ചെയ്തിട്ടുള്ള ഇമെയിലിനെ അധികരിച്ചുള്ള ഒരു FIR മാത്രമാണുള്ളത്. പരാതിക്കാരി നേരിട്ട് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടില്ല. അതിന് വില്ലിംഗ് ആണ് എന്നുള്ള ഒരു ഇമെയിൽ സന്ദേശം അയച്ചത് മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ളത്. അതിനപ്പുറം ഒരു മൊഴി രേഖപ്പെടുത്തി അത് കോടതിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ അതിന്റെ അറസ്റ്റ് നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ രണ്ടാമതൊരു കേസ് കൂടി ഉണ്ട് എന്നുള്ളൊരു ഇന്നലെയാണ് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ നോട്ട് ടു അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു വാചകം ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത്. കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ നിരസിച്ചിരുന്നു, തള്ളിയിരുന്നു. അത് ജാമ്യം നൽകിയിരുന്നില്ല, ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നില്ല. അതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള വാർത്താ ബുള്ളറ്റിനും KPCC നേതൃത്വവും കോൺഗ്രസും ഇറക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ വലിയ ആഘോഷങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഇവൻ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഹൊസ്ദുർഗിലെ കോടതിക്ക് മുന്നിൽ പൊതുച്ചോറുമായി എത്തിയ ഡിവൈഎഫ്ഐയുടെ കുണ്ടന്മാരെ അടക്കം നമ്മൾ കണ്ടു, അല്ലെ? അങ്ങനെ വലിയ ആഘോഷം, അടക്കം പൊട്ടിച്ചു, ഈ പറയുന്ന ലഡ്ഡു വിതരണം ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വാങ്ങി സൂക്ഷിച്ച് അവസാനം മാറ്റിൽ കളയേണ്ടി വന്ന ലഡ്ഡു കഴിഞ്ഞ ദിവസം വീണ്ടും വാങ്ങി ആ ലഡ്ഡു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ നൽകി വിതരണം ചെയ്ത് ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു. അതിനൊരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം രാഹുലിന്റെ വീഴ്ച അത്രമാത്രം ഇവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടും എന്ന് പറയുമ്പോഴും നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ എന്തായിരുന്നു? എന്തുകൊണ്ട് കേരളത്തിന്റെ പോലീസിന് ഇന്ന് നിമിഷം വരെ രാഹുലിലേക്ക് എത്താൻ സാധിച്ചില്ല? ഇതൊരു നാടകമായിരുന്നില്ലേ? തീർത്തും. കാരണം രാഹുൽ വിഷയം ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങി കളിക്കണം എന്നുള്ള ചിലരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ബോധിപ്പിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട് ഒരാൾ പരാതി ബോധിപ്പിക്കണമെങ്കിൽ അതിന് മുൻകൂർ അപ്പോയിന്റ്മെന്റ് എടുക്കണം, അതിനുള്ള സമയവും തീയതിയും ഒക്കെ കുറിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ബോധിപ്പിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും അന്ന് ആ നിമിഷം വരെ പാലക്കാട് ഉണ്ടായിരുന്ന രാഹുലിനെ എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്തില്ല? കാരണം ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് സാധിക്കുമായിരുന്ന കാര്യം നടന്നില്ല എന്നുള്ളതാണ്, നടക്കിയില്ല എന്നുള്ളതാണ്. കാരണം രാഹുൽ വിഷയം ഇങ്ങനെ കറങ്ങണം. അറസ്റ്റ് ചെയ്താൽ ആ വിഷയം അവിടെ അവസാനിക്കും. അറസ്റ്റ് ചെയ്യാത്ത കാലത്തോളം അതുമായിട്ടുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കും. കാരണം ഇവിടെ കിടപ്പറ പങ്കിട്ടതും കിടന്നതും കുട്ടിയുണ്ടാക്കിയതും ഗർഭമുണ്ടാക്കിയതും അത് കലക്കിയതും വലിയ വാർത്തകളാണ് എന്നുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയാണ് സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം നിഷേധിക്കുന്നത്. പക്ഷേ രാഹുൽ നിയമപരമായ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോ, അത് ഹൈക്കോടതിയിലെത്തിയപ്പോ ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. അവിടെ രാഹുൽ പറഞ്ഞ വാദങ്ങൾ അത് യഥാർത്ഥത്തിൽ കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ്.
പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ രാജ്യത്തുള്ള നിയമവ്യവസ്ഥകൾ അനുസരിച്ച് അത് ഇരയാണെങ്കിലും പ്രതിയാണെങ്കിലും വാദിയാണെങ്കിലും ഒക്കെ ആരുമാവട്ടെ അവരുടെ ഭാഗങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. രാഹുലിനെ കേൾക്കാതെ എങ്ങനെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നത് ആരെയാ? അറസ്റ്റ് ചെയ്യേണ്ടത് ഒരു കുറ്റവാളിയെയാണ്. നിലവിൽ രാഹുലിന് പറയാനുള്ളത് കേൾക്കാതെ അയാൾ കുറ്റക്കാരനാണോ എന്നുള്ളത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ നോട്ട് ടു അറസ്റ്റിലേക്ക് പോയതും 15-ാം തീയതിയിലേക്ക് കാര്യങ്ങൾ നീട്ടിവെച്ചതും. മനസ്സിലായില്ലേ? ഇത് സെഷൻസ് കോടതിയിലെ നടക്കേണ്ടതായിരുന്നു. സെഷൻസ് കോടതിയുടെ ആദ്യഘട്ടത്തിൽ തലേ ദിവസം സെഷൻസ് കോടതി പറഞ്ഞത് എന്താ? ഈ രാഹുലിന്റെ വാദങ്ങളും രാഹുൽ ഹാജരാക്കിയ തെളിവുകളും ഒക്കെ പരിഗണിച്ചപ്പോ അന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സമയം വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോയപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് സെഷൻസ് കോടതിയിൽ ജാമ്യം അനുവദിക്കുമെന്ന് തന്നെയാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഈ സെഷൻസ് കോടതിയിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ അത്തരത്തിൽ ജാമ്യങ്ങൾ അനുവദിക്കൽ വളരെ അപൂർവമാണ്. പക്ഷെ അത് ഹൈക്കോടതിയിൽ എത്തിയപ്പോ ഇതേ കാര്യത്തിൽ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നു. അപ്പോ സെഷൻസ് കോടതി എന്തുകൊണ്ട് ജാമ്യം തള്ളി എന്ന് ചോദിച്ചാൽ അത് ഒരു വെറും പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ ഇപ്പൊ അനുമാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ രാഹുലിന്റെ വാദങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നോട്ട് ടു അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത്. അപ്പോ ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ, അല്ലെങ്കിൽ ആദ്യത്തെ കേസിൽ ചീറ്റി പോകുമെന്ന് കണ്ടപ്പോഴാണ് രണ്ടാമത്തെ പരാതി KPCC പ്രസിഡന്റിലേക്ക് എത്തുന്നത്. അത് KPCC പ്രസിഡന്റിന് ഊരും പേരും ഇല്ലാത്ത ഒരു 23 കാരി. ആ 23 കാരി എന്ന് മെൻഷൻ ചെയ്തത് തന്നെ അത് വലിയ ഒരു ട്രാപ്പാണ്. രണ്ടാമത്തെ ട്രാപ്പ് എന്ന് പറഞ്ഞത് ആ പരാതിയിൽ പറഞ്ഞത് പാർട്ടി നടപടിയെടുക്കണമെന്നാണ്. പോലീസോ കേരളത്തിന്റെ നിയമ സംവിധാനങ്ങളോ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളോ ഈ രാജ്യത്തിന്റെ ഭരണഘടനയോ നടപടിയെടുക്കണമെന്നല്ല, പാർട്ടി നടപടിയെടുക്കണമെന്ന്. ഇത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. ആരാണ് ഇത്തരത്തിൽ പ്രസ്ഥാനം നടപടിയെടുക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത്? അന്ന് റിനിയാൻ ജോർജ് ആണ്. കാരണം ഈ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കണം, പ്രസ്ഥാനം വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. പക്ഷെ KPCC അത് മുൻകൂട്ടി നേരിട്ട് കണ്ടു. അത് മുന്നേ കാണുവാനുള്ള ബുദ്ധി KPCC നേതൃത്വം ഉണ്ടായി. മെയിൽ പരാതിയായിട്ട് മെയിൽ വന്ന ഉടനെ ആ മെയിൽ എന്താക്കി നേരെ DGPക്ക് ഫോർവേഡ് ചെയ്തു. ഇപ്പൊ രണ്ടാമത്തെ കേസിൽ FIR ചാർജ് ചെയ്തിരിക്കുന്നു. അതിൽ ആരാണ് പരാതിക്കാരൻ? പരാതിക്കാരനില്ല. KPCC പ്രസിഡന്റ് അത്തരത്തിൽ ഒരു പരാതി ഫോർവേഡ് ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ FIR രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഈ നിമിഷം വരെ KPCCക്ക് മെയിൽ അയച്ച യുവതി ഈ പറയുന്ന പോലീസുകാരെ മൊഴിയെടുക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ ഹാജരായിട്ടില്ല. അങ്ങനെ ഒരു മൊഴി ഇല്ലാതെ നിൽക്കുമ്പോ ആ മൊഴി രേഖപ്പെടുത്താത്ത കാലത്തോളം രണ്ടാമത്തെ കേസിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ നിയമവശം എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ രാഹുൽ ഈ പറയുന്ന പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ഉന്നയിച്ച അന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ള കാലത്തോളം നിയമപരമായി മുന്നോട്ട് പോകും, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അർത്ഥം. അത് തന്നെയാണ് നമ്മൾ ഇന്നലെ ഹൈക്കോടതിയിൽ കണ്ടത്. ഹൈക്കോടതിയിൽ ഈ പറയുന്ന രാഹുലിന്റെ അഭിഭാഷകർ രാഹുലിന്റെ വാദങ്ങൾ പറഞ്ഞു വെച്ചപ്പോ അവിടെ എന്തായി കാര്യങ്ങൾ മറ്റൊന്നല്ല, മറിച്ചൊന്നല്ല, തിരിച്ചൊന്നല്ല. കാര്യങ്ങൾ ഈ പറയുന്ന രാഹുൽ അനുകൂലമായി കോടതി കൂടുതൽ വാദം കേൾക്കണം എന്നുള്ളത് സംബന്ധിച്ചു. അത് പ്രോസിക്യൂഷന്റെ വാദം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ കോടതി പറഞ്ഞു നോട്ട് ടു അറസ്റ്റ് ചെയ്യരുത്. കാരണം രാഹുലിന് പറയാനുള്ളത് കേൾക്കണം. നിങ്ങൾ ആഘോഷിച്ചോളൂ, എത്ര വേണമെങ്കിലും ആഘോഷിച്ചോളൂ. പക്ഷേ ഈ കേസിൽ രാഹുലിന് പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോ ഈ കേസിന്റെ ഗതി മാറും. ഈ കേസിന്റെ എല്ലാവിധ നാച്ചുറാലിറ്റിയും അതിന്റെ സ്വഭാവങ്ങളും മാറും. ഇന്ന് വരെ നമ്മൾ കണ്ടതായിരിക്കില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാരണം രാഹുലിന്റെ കയ്യിൽ എന്തൊക്കെയാണോ രാഹുൽ പറയുന്നത് അതിനൊക്കെയുള്ള തെളിവുണ്ട്. നിയമത്തിന്റെ പിൻബലമുള്ള തെളിവുകൾ രാഹുലിന്റെ കൈകളിലുണ്ട്. അപ്പൊ ഈ പറയുന്ന ഇത്രയും കാലം രാഹുലിനോട് സംസാരിച്ച് എന്റെ ഭർത്താവ് പീഡിപ്പിക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ സിമ്പതി പിടിച്ചു
പറ്റി രാഹുലുമായി ചങ്ങാത്തം കൂടി രാഹുലിന്റെ മനസ്സിലേക്ക് ഇടം കയറി അങ്ങനെ പലതും ചെയ്തു കൂട്ടിയിട്ട് അവസാനം ഇത് പീഡനമാണ്, ബലാത്സംഗമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കോടതിക്ക് കഴിയില്ല. കാരണം കോടതിക്ക് മുന്നിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഉണ്ട്. ആ നിയമങ്ങൾ പറയുന്ന രീതിയിലല്ലാതെ വാർത്തകളിൽ ചാനലുകാരെ വിളിച്ചോതുന്നത് അവിടെ ഇരുന്ന് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, സഖാക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ വിളിച്ചു പോകുന്നതല്ല കോടതിയുടെ പരിഗണനാ വിഷയം. ഇവർ എഴുതി വിടുന്ന തലക്കെട്ടുകളോ ഇവരുടെ ഈ പറയുന്ന വാർത്തകളോ കോടതിയുടെ പരിഗണനാ വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെയാണ് ആഘോഷങ്ങൾക്ക് അവസാനം ഇട്ടുകൊണ്ട് കോടതി നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ ഒരു വിജയമാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം. ഈ നിയമപരമായ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ ഒരു പിന്തുണ തന്നെയാണ് കോടതി നൽകിയിരിക്കുന്നത്. കോടതിക്ക് അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കോടതിക്ക് ഒരാൾ പറയുന്നത് മാത്രം കേട്ടിട്ട് കോടതിക്ക് വിധി പറയാൻ കഴിയില്ല. കോടതി രണ്ടുപേരെയും കേൾക്കും. അതാണ് കോടതി, അതിനാണ് കോടതി, അതിനാണ് രാജ്യത്തെ നിയമവ്യവസ്ഥകൾ, ഇവിടുത്തെ ഭരണഘടന അതാണ് പറയുന്നത്. അപ്പൊ രാഹുലിന്റെ കാര്യത്തിൽ രാഹുലിനെ കേൾക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. അത് തന്നെ വലിയ വിജയം. ഈ കേസ്, ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കൽ അത് സെഷൻസ് കോടതിയിൽ പോയതുകൊണ്ടാണ്. അത് അറിയുന്നത്, ഹൈക്കോടതിയിലേക്ക് പോയാൽ അവിടെ ജാമ്യം അനുവദിക്കപ്പെടുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് പോലീസ് ആദ്യം ഗോൾ അടിക്കാനുള്ള പോസ്റ്റ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റി നിർത്തിയത്. ജോർജ് പൂന്തോട്ടം ഫസ്റ്റ് ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പോസ്റ്റ് അറിഞ്ഞാലല്ലേ ഗോൾ അടിക്കാൻ പറ്റൂ എന്ന്. അത് തന്നെയാണ്, പോസ്റ്റ് എവിടെയാണ് എന്നുള്ളത് അറിയുക എന്നുള്ളത് വലിയ കാര്യമായിരുന്നു. പക്ഷെ അത് പോലീസും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരും കരുതി കൂട്ടി അത് സെഷൻസ് കോടതിയിലേക്ക് ആ ഗോൾ അടിക്കാനുള്ള പോസ്റ്റ് മാറ്റി എന്നുള്ളതാണ്. കാരണം സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കില്ല, അതല്ല സെഷൻസ് കോടതിയുടെ ഒരു സ്വാഭാവികമായ നടപടിക്രമം എന്ന് പറയുന്നത്.